എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 15ഉം 16ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഉപജാതിവൃത്തവും 16-ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കാട്ടിൽ പോയി പശുക്കളെയൊക്കെ മേച്ചു വരണ കൃഷ്ണനെ കാണുകയാണ് അരിഷ്ടൻ. ആ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ് 15-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം. തം വീക്ഷ്യ ദൈത്യശതപത്രനേത്രം ചന്ദ്രാനനം കുണ്ടലചാരുഗണ്ഡം നന്ദസ്യ സൂനും നയനാഭിരാമം അയം സനാരായണ ഇത്യജാനാത്. വളരെ ഭംഗിയായിട്ടാണ് കവി പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. തം വീക്ഷ്യ ദൈത്യ ശതപത്രനേത്രം ചന്ദ്രാനനം കുണ്ടലചാരുഗണ്ഡം നന്ദസ്യ സൂനും നയനാഭിരാമം അയം സ നാരായണ ഇതി അജാനാത്. അന്വയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദൈത്യ, ആ ദൈത്യൻ, ആ അസുരൻ, തം വീക്ഷ്യ, ആ കണ്ണനെ കണ്ടിട്ട്, അവനെ കണ്ടിട്ട്, അതായത് വേറെ ആരുടെ മുഖത്തേക്കും അരിഷ്ടൻ്റെ കണ്ണ് പതിഞ്ഞില്ല. അത്രയും പേര് കാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഗോപന്മാർ കുറേ പേരുണ്ട്, പശുക്കളുണ്ട്, ബലരാമനുണ്ട്, അങ്ങനെ എത്രയോ പേര് വരുന്നുണ്ടെങ്കിലും കൃഷ്ണൻ്റെ മുഖത്താണ് അരിഷ്ടൻ്റെ കണ്ണുകൾ ചെന്ന് പതിഞ്ഞത്. എങ്ങനെയുള്ളവനായിരുന്നു, എങ്ങനെയുള്ള രൂപത്തിലായിരുന്നു കൃഷ്ണൻ തിരിച്ചു വരുന്നത്? പോയി കളിയാടി ബഹളവും വെച്ച് വികൃതിയും കാണിച്ചിട്ടൊക്കെയാണ് വരണതെങ്കിലും സൗന്ദര്യം എപ്പോഴും, അല്ലെങ്കിൽ ആ കുസൃതി എപ്പോഴും ഭഗവാന്റെ മുഖത്ത്, ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് ഇങ്ങനെ നിഴലിച്ചിരുന്നു. ആ തേജസ്സാർന്ന മുഖം, അതാണ് അരിഷ്ടൻ കാണുന്നത്. അതാണ് ഇവിടെ പറയണത്. ശതപത്രനേത്രം ചന്ദ്രാനനം കുണ്ടലചാരുഗണ്ഡം നന്ദസ്യ സൂനും നയനാഭിരാമം തം വീക്ഷ്യ. തം എന്നുള്ളതിന് കുറേ വിശേഷണങ്ങളുണ്ട്. ഇവിടെ പറയാണ് ശതപത്രനേത്രം. ശതപത്രം എന്ന് പറഞ്ഞാൽ 100 ഇതളുകളുള്ള പൂവ്, അതായത് താമര. താമരയ്ക്കാണ് കുറേ ഇതളുകളുള്ളത്. അപ്പോൾ ശതപത്രം എന്ന് പറഞ്ഞാൽ താമര. താമരയുടെ ഇതളുകൾ പോലെ കണ്ണുകളോടുകൂടിയവനും. ശതപത്രനേത്രം ചന്ദ്രാനനം, ചന്ദ്രനെ പോലെ, ചന്ദ്രന് തുല്യമായ മുഖത്തോടു കൂടിയവനും. ശതപത്രനേത്രം ചന്ദ്രാനനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉപമിത സമാസമാണ്, സമാസത്തിലാണ് പറയണത്. ശതപത്രത്തെ പോലെയുള്ള നേത്രത്തോടു കൂടിയവൻ, ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവൻ എന്നിങ്ങനെ ഉപമിത സമാസമാണ് വരുന്നത്. അപ്പോൾ താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും, ചന്ദ്രനെ പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖത്തോടു കൂടിയവനും, മാത്രമല്ല കുണ്ടല ചാരുഗണ്ഡം, കുണ്ടലമണിഞ്ഞതുകൊണ്ട്, നല്ല സുന്ദരമായിട്ടുള്ള കമ്മല് കൊടുക്കെടുക്കാൻ അണിഞ്ഞിട്ടുണ്ട് കാതിൽ, അതുകൊണ്ട് സുന്ദരമായിരിക്കുന്ന കവിൾത്തടങ്ങളോടുകൂടിയവനും. കാതിനല്ല കൊടുക്കെടുക്കാൻ ഭംഗി കൊടുക്കുന്നത്, ഭഗവാന്റെ കവിളിനാണ് എന്ന് പറയുമ്പോൾ കാതിന് ഭംഗിയുണ്ട്, അല്ലെങ്കിൽ തന്നെ ഭംഗിയുണ്ട്. കവിളിന് എങ്ങനെയാണ് ഇത്ര ഭംഗി വന്നതെന്നാണെങ്കിൽ ആ കമ്മലിൻ്റെ ശോഭ ഇങ്ങനെ കവിളത്ത് നന്നായി തെളിഞ്ഞു കാണാം. കമ്മലിൻ്റെ തെളിച്ചം, കമ്മലിൻ്റെ തേജസ് കവിളത്തും കാണാനുണ്ട്. അതുകൊണ്ടാണ് കവിളത്ത് നല്ല ഭംഗിയുണ്ട്, കവിളിന് ഭംഗി കൂടി എന്ന് പറയുന്നത്. കുണ്ടല ചാരുഗണ്ഡം. ഇങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങളെ കൊണ്ടും സ്വതസിദ്ധമായിട്ടുള്ള സൗന്ദര്യങ്ങളെ കൊണ്ടുമൊക്കെ ഏറ്റവും അധികം മനസ്സിനെ കവർന്ന ബാലകൻ അതായിരുന്നു കണ്ണൻ. അതാണ് നയനാഭിരാമം. നോക്കുന്നവരുടെ കണ്ണുകൾക്കൊക്കെ ഏറ്റവും സുന്ദരമായിട്ടുള്ളവൻ, നയനങ്ങൾക്ക് അഭിരാമനായിട്ടുള്ളവൻ. അങ്ങനെയുള്ള നന്ദസ്യ സൂനും തം വീക്ഷ്യ, നന്ദൻ്റെ ആ പുത്രനെ കണ്ടിട്ട് അപ്പോൾ അരിഷ്ടന് മനസ്സിലായി, ഇതന്നെയാണ് ആള്, നമ്മൾ അന്വേഷിക്കുന്ന ആൾ ഇത് തന്നെയാണ്, ഈ ആളെ പറ്റി തന്നെയാണെന്ന് പറഞ്ഞത് എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെയുള്ള നന്ദൻ്റെ പുത്രനെ കണ്ടപ്പോൾ അയം സനാരായണ ഇത്യജാനാത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഭാഗമാണ്, ശ്ലോകാർത്ഥമാണ്. അയം സനാരായണ, ഇത് തന്നെയാണ് ആ നാരായണൻ. ഈ നാരായണനെ പറ്റി തന്നെയാണ് കംസൻ തനിക്ക് പറഞ്ഞു തന്നത്. ഈ നാരായണനെ തന്നെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. ആ ആള് തന്നെയാണ് ഈ ആള് എന്നുള്ള തിരിച്ചറിവ്. അയം സനാരായണ, ആ ആള്, ഞാൻ ആരെയാണോ ഇതുവരെ അന്വേഷിച്ചുകൊണ്ട് തിരഞ്ഞുകൊണ്ട് പല പ്രദേശങ്ങളിലും പോയത്, സനാരായണ, ആ നാരായണൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് അരിഷ്ടന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതാണ് ഭഗവാന്റെ ആ ഒരു
പ്രത്യേകത, സവിശേഷത മറ്റുള്ളവരുടെ എല്ലാവരുടെയും, അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ പറഞ്ഞത്, നയനാഭിരാമം കാണുന്നവരുടെയൊക്കെ, അത് അസുരനായാലും വേണ്ടില്ല, ദേവനായാലും വേണ്ടില്ല, സ്ത്രീ ആയാലും വേണ്ടില്ല, പുരുഷനായാലും വേണ്ടില്ല, കുട്ടിയായാലും വേണ്ടില്ല, വലിയ ആളായാലും വേണ്ടില്ല, എല്ലാവരുടെ കണ്ണുകളെയും തന്നിലേക്ക് ആകർഷിക്കും വിധം അത്രയ്ക്ക് സുന്ദരമായിരുന്നു ഓരോ അവയവങ്ങളും. അതുപോലെ തന്നെ അവയവങ്ങൾ മാത്രമൊന്നുമല്ല, ആ നടത്തവും ഗാംഭീര്യവും ഇടപെടലുകളുമൊക്കെ ഒരുപോലെയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരുടെ ശ്രദ്ധയും ഒരാളിലേക്ക് തന്നെ, ഭഗവാനിലേക്ക് തന്നെ പതിഞ്ഞിരുന്നത്. ഒരു സംശയവുമില്ല, അരിഷ്ടനും മനസ്സിലായി ഇത് തന്നെയാണ് താൻ അന്വേഷിച്ച് നടന്ന നാരായണൻ എന്ന്. അയം സ നാരായണ ഇതി സ അരിഷ്ട, ആ അരിഷ്ടന് മനസ്സിലായി. ദൈത്യ അജാനാത്, ദൈത്യനപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായി, അസുരന് മനസ്സിലായി എന്നർത്ഥം. നമുക്ക് 16ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തം സേവ്യമാനം സുഭടൈരസംഖ്യൈ ശസ്ത്രപ്രഭാമണ്ഡലദുർനിരീക്ഷൈ ആരാധസേവിഷ്ടരിപുസ്സുരാണാം ആത്മീയമിഷ്ടം സമയേ കരിഷ്യൻ. നമുക്ക് പദച്ഛേദം നോക്കാം. തം സേവ്യമാനം സുഭടൈ അസംഖ്യൈ ശസ്ത്രപ്രഭാമണ്ഡലദുർനിരീക്ഷൈ ആരാത് അസേവിഷ്ട രിപു സുരാണാം ആത്മീയം ഇഷ്ടം സമയേ കരിഷ്യൻ. കണ്ടപ്പോൾ തന്നെ ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പലതും അരിഷ്ടൻ കണ്ടു. അതാണ് സുരാണാം രിപു, സുരന്മാരുടെ ശത്രു, അതായത് അസുരൻ, ഇവിടെ അരിഷ്ടൻ എന്നർത്ഥം. അരിഷ്ടാസുരൻ ആത്മീയം ഇഷ്ടം സമയേ കരിഷ്യൻ. ആത്മീയം ഇഷ്ടം, ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മസംബന്ധിയായിട്ടുള്ള ഇഷ്ടം, അതായത് ഈ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണപ്പെടുന്നവനായ നാരായണനെ വധിക്കുക, അതാണ് ആത്മീയം ഇഷ്ടം. അത് സമയേ കരിഷ്യൻ, കൃത്യമായ ഒരു കണക്കാക്കലോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ അത് വധിക്കാൻ പറ്റുള്ളൂ. അതാണ് സമയേ കരിഷ്യൻ, കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സമയം എന്നുള്ളതിന് മലയാളത്തിലെ സമയം എന്നുള്ള അർത്ഥമില്ല. അത് കൃത്യമായ സങ്കേതത്തോട് കൂടിയിട്ട് ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് താനൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അതാണ് ഇവിടെ സമയേ കരിഷ്യൻ എന്നുള്ളതിൻ്റെ അർത്ഥം. വിധാസ്യൻ, വേണ്ടതുപോലെ ചെയ്തു തീർക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് സമയേ വിധാസ്യൻ എന്ന് പറയുന്നത്, സമയേ കരിഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ചില പദ്ധതികളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ അത്ര എളുപ്പമൊന്നുമല്ല, ഒറ്റയ്ക്കൊന്നുമല്ല ഭഗവാൻ നടക്കുന്നത്. നമ്മൾക്ക് നോക്കുമ്പോൾ, പെട്ടെന്ന് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല എന്നാണെങ്കിലും എല്ലാവരാലും ചുറ്റപ്പെട്ട് ധാരാളം ആയുധങ്ങളും അതുപോലെ തന്നെ ഭടന്മാരും ഒക്കെ, ഭഗവാൻ മഹാവിഷ്ണുവിന് എങ്ങനെയാണോ, നാരായണൻ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണനും നടക്കുന്നത്. അതാണ് അരിഷ്ടൻ കാണുന്ന കാഴ്ച. ശസ്ത്രപ്രഭാമണ്ഡല ദുർനിരീക്ഷൈ അസംഖ്യൈ സുഭടൈ സേവ്യമാനം തം. ഇവിടെ പറയണ ശസ്ത്രപ്രഭാമണ്ഡല ദുർനിരീക്ഷൈ, ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ശസ്ത്രപ്രഭാമണ്ഡലം, ആയുധങ്ങളുടെ പ്രഭ കൊണ്ട് ഒളിമിന്നുന്ന ആയുധങ്ങളാണ് ഈ ഭടന്മാരുടെയൊക്കെ കയ്യിലുള്ളത്. ഭഗവാന്റെ ആയുധങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ആയുധങ്ങളുടെ തേജസ്സുകൊണ്ട്, അതാണ് ശസ്ത്രപ്രഭാമണ്ഡല ദുർനിരീക്ഷൈ, ആ തേജസ് കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പോൾ ആ തേജസ്സിൽ മുങ്ങി നിൽക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആരെയും കാണില്ല. അതായത് ആ പുറത്തുനിന്ന് നോക്കുക, അല്ലെങ്കിൽ മറു സൈഡിൽ നിന്ന്, മറുഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആയുധം പിടിച്ചിരിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ആയുധത്തിൻ്റെ തേജസ് കൊണ്ട്. അതാണ് ശസ്ത്രപ്രഭാമണ്ഡല ദുർനിരീക്ഷൈ അസംഖ്യൈ സുഭടൈ, അസംഖ്യം, അതായത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് ഭടന്മാരാൽ സേവ്യമാനം തം, സേവിക്കപ്പെടുന്നവനായ ആ ഭഗവാനെ കണ്ടിട്ട് ആരാധ അസേവിഷ്ട, ദൂരെ നിന്നുകൊണ്ട് സേവിച്ചു, അല്ലെങ്കിൽ ദൂരെ മാറി നിന്നുകൊണ്ടാണ് മറ്റു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആരാധ എന്നുള്ളതിന് അടുത്തെന്നും ദൂരെന്നും രണ്ടർത്ഥമുണ്ട്. ഇവിടെ ദൂരെ എന്നുള്ള അർത്ഥം തന്നെയാണ് വ്യാഖ്യാതാക്കൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് കയറി ആക്രമിക്കാനൊന്നും പറ്റില്ല. അടുത്തൊക്കെ പോയി നിന്നാൽ ഈ ഭടന്മാരുടെ വെട്ടുകൊണ്ട് മരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നാരായണനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ വധിക്കണമെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് പദ്ധതികളൊക്കെ
ആവിഷ്കരിക്കണം. അതിനു വേണ്ടിയിട്ട് ആരാത് ദൂരെ അസേവിഷ്ട ഭേജേ എന്നർത്ഥം. ദൂരെ മാറി നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ഇനി താൻ ചെയ്യേണ്ടതായിട്ടുള്ളത്, എങ്ങനെ ചെന്നാലാണ് ശ്രീകൃഷ്ണനെ വധിക്കാൻ പറ്റുക എന്നുള്ള പദ്ധതികളൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നിന്നു എന്നർത്ഥം. അതാണ് അരിഷ്ടൻ ചെയ്തത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തം വീക്ഷ്യ ദൈത്യശതപത്രനേത്രം ചന്ദ്രാനനം കുണ്ടലചാരുഗണ്ഡം നന്ദസ്യ സൂനും നയനാഭിരാമം അയം സ നാരായണ ഇത്യജാനാത് തം സേവ്യമാനം സുഭടൈരസംഖ്യൈ ശസ്ത്രപ്രഭാമണ്ഡലദുർനിരീക്ഷൈ ആരാധസേവിഷ്ടരിപുസ്സുരാണാം ആത്മീയമിഷ്ടം സമയേ കരിഷ്യൻ. ഇവിടെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതായ ആത്മീയമിഷ്ടം സമയേ കരിഷ്യൻ, തൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാരും അറിയരുത്, അതിനു വേണ്ടിയിട്ട് ദൂരെ മാറി നിന്നുകൊണ്ട് പദ്ധതികൾ ഉണ്ടാക്കുകയാണ് നല്ലത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അരിഷ്ടൻ മാറി നിന്നത്. ഇനി എന്തൊക്കെയാണ് യുദ്ധങ്ങളൊക്കെ എങ്ങനെയാണ് വരാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ കാണാം. 2 സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.